സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇപ്പൊ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 44/26 ആണ്. ആദ്യത്തെ ചോദ്യം, 1857 കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നു ഝാൻസി റാണി ലക്ഷ്മിബായ്, കാൺപൂർ നാനാ സാഹിബ്, ഡൽഹി ഭക്ത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. എല്ലാ ജോഡികളും ശരിയാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? തന്നിരിക്കുന്നു അഹമ്മദാബാദ് മിൽ സമരം, റൗളറ്റ് നിയമവിരുദ്ധ സമരം, ചമ്പാരൻ സത്യാഗ്രഹം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 312. അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918 ആണ്. 1918. റൗളറ്റ് നിയമവിരുദ്ധ സമരം 1919. ചമ്പാരൻ സത്യാഗ്രഹം 1917. ഉത്തരം വരുന്നത് 312. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? സ്ഥിര അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും അടങ്ങിയ ഘടകമാണ് സുരക്ഷാ സമിതി. യുനെസ്കോയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. 1, 3. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? യുനെസ്കോയുടെ ആസ്ഥാനം വരുന്നത് പാരീസ് ആണ്. ഫ്രാൻസില് പാരീസ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതാണ്? നീലദർപ്പൺ ദീനബന്ധു മിത്ര, രംഗഭൂമി രവീന്ദ്രനാഥ് ടാഗോർ, ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായ ജോഡികൾ ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും ശരിയാണ്. രംഗഭൂമി ആരുടേതാണ്? രംഗഭൂമി പ്രേംചന്ദിൻ്റെതാണ് രംഗഭൂമി. പ്രേംചന്ദ്. അടുത്ത ചോദ്യം, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. രാജ്കുമാർ ഗോയലാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. പ്രധാനമന്ത്രിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ എ. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരി. പ്രധാനമന്ത്രിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? തന്നിരിക്കുന്നത് ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ നടന്ന വർഷം ഏതാണ്? ഈഴവ മെമ്മോറിയൽ നടന്നത് 1896. നിവർത്തന പ്രക്ഷോഭമോ? നിവർത്തന പ്രക്ഷോഭം 1932. മലയാളി മെമ്മോറിയൽ 1891. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 312. 312. അടുത്ത ചോദ്യം, പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. കടൽ കാറ്റ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വരിനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? കൃഷ്ണ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേര് എന്ത്? അറ്റോൾ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ഷിവാഗ് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏത്? ഭാബർ.
പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമേത്? നീലഗിരി. 2023 55-ാം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? 2015 ഏപ്രിൽ 1 സ്ഥാപിക്കപ്പെട്ടു. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷന് പകരമായത്. സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യം. ശരി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. നീതി ആയോഗ് സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? നീതി ആയോഗ് സ്ഥാപിക്കപ്പെട്ടത് ഇവിടെ തന്നിരിക്കുന്നത് ഏപ്രിൽ 1 എന്നാണ്. ജനുവരി 1, 2015 സ്ഥാപിക്കപ്പെട്ടത്. അടുത്തത് നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി 1, 3, 4. സാമ്പത്തിക പരിഷ്കാരങ്ങൾ, സ്വകാര്യവൽക്കരണം, ഇന്ത്യൻ വ്യവസായ മേഖല. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്? 1998 ഏപ്രിൽ 12. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഇവിടെ തന്നിരിക്കുന്ന നോർമൻ ബോർലോഗ്, ഡോക്ടർ MS സ്വാമിനാഥൻ, വില്യം ഗഡ്, ഡോക്ടർ രാജാറാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം, ഡോക്ടർ രാജാറാം. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനകമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 4.4%. 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4 എന്നിവ ശരിയാണ്. 1, 3, 4. കിരീടം നേടിയത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസൺ കാപ്പ് നേടി. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്? ഓപ്ഷൻ സി 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? 42. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം? ഇന്ത്യ. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? വകുപ്പ് 324. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി? ഓപ്ഷൻ ബി ആണ്, 5 വർഷം. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ പിതാവ്? ബൽവന്ത് റായ് മേത്ത. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ആയവ ഏതെല്ലാം? ശരി ആയവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. പാർലമെന്റ് നിയമസഭാംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കുന്നു. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുക. ഇന്ത്യയിൽ ആരംഭിച്ച 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1951 ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1-ാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിൽ സജീവ പങ്കുവഹിച്ചത് ഡോക്ടർ KN രാജ് ആയിരുന്നു. ബക്രാനങ്കൽ അണക്കെട്ട്, ഹിരാക്കുഡ് അണക്കെട്ട് തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി ഭീമമായ തുക വകയിരുത്തി. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി, എല്ലാം ശരി. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം?
സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ വേമ്പനാട്ട്, കോൾ തണ്ണീർത്തടം, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2002 റാംസാർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 ശരിയായവയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. എല്ലാം ശരി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ സി 3 മാത്രം, രാഷ്ട്രപതി. ടൈഫോയിഡ് നിർണയത്തിനായിട്ട് നടത്തുന്ന ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം ഏത്? ഹീമോഫീലിയ. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ഫീമർ. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏത്? സിറോസിസ്. ഇത്തായി എന്ന രോഗത്തിന് കാരണമായ ലോഹമേത്? ഇത്തായി കാഡ്മിയം. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, ഇവ അനുദൈർഘ്യ തരംഗങ്ങളാണ് എന്നതാണ് അല്ലാത്തത്. ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും പരസ്പരം ലംബമായിരിക്കും. ഇവയ്ക്ക് ഭാരമില്ല. ഊർജവും ആക്കവും മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, മരുഭൂമിയിലെ മരീചിക രൂപപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണാന്തരിക പ്രതിഫലനം നടക്കുന്നതിനാൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ത്വരണത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 4. ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം പരമാവധിയായിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോയാൽ ജിയുടെ മൂല്യം കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? EOS-09. കാർബണിന്റെ ക്രിസ്റ്റലായ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? ക്രിസ്റ്റലായ രൂപാന്തരങ്ങൾ ഓപ്ഷൻ ഡി 1, 4 ഗ്രാഫൈറ്റ്, ഫുള്ളറിന്. അടുത്ത ചോദ്യം, ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമം ഓപ്ഷൻ ഡി ആണ്. 3 മാത്രം. P1V1 = P2V2. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? 2025. മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്? അടൂർ ഗോപാലകൃഷ്ണൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? മേജർ ധ്യാൻചന്ദ്. വിജുഹിഷു മൃത്യുവിന്നാമോ ജീവിതത്തിൽ കൊടിപ്പടം താഴ്ത്താൻ. ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ഓപ്ഷൻ സി കന്നിക്കൊയ്ത്ത്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? ശങ്കരാചാര്യർ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ബി കെ അരവിന്ദാക്ഷൻ. ഇനി വരുന്നത് 10 മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. 51ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്, 60. 52ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2. 53. 53ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്, 5:6. 54ാമത്തെ ചോദ്യം 54 ഓപ്ഷൻ സി ആണ്, 27. 55ാമത്തെ ചോദ്യം 55 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 39. 56ാമത്തെ ചോദ്യം 56 ഉത്തരം ഓപ്ഷൻ ബി, 14. 57 ഓപ്ഷൻ സി ആണ്, 91. 58ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്, 52.
59-ാമത്തെ ചോദ്യം, 59 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി. 60-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ് ബൈ യൂസിങ് ദ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹി ഹാസ് ഗീവൺ മീ എ വണ്ടർഫുൾ ഗിഫ്റ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. I have been given a wonderful gift by him. Choose the correctly spelled word. Option B. Complete the following. Neither my friend nor my well-wishers. Option A ആണ്, have sent me pleasantries. Which of the following sentence is correct? Option C. He is elder to Raju. The word yomb means. Option A. To march laboriously. The foreign theme Schadenfreude means. ഉത്തരം ഓപ്ഷൻ സി ആണ്, pleasure from another's misfortune. The synonym for the word perseverance is. Option B ആണ് ഉത്തരം, doggedness. Complete the following. Drive slowly, least, dash, you should meet the accidents. Donkey's years means a long period of time. I am not a septic, am I? അടുത്തത്, മെറ്റമോർഫോസിസ് എന്ന പദത്തിന് നൽകാവുന്ന മലയാള പരിഭാഷ. രൂപാന്തരീകരണം. അഹോരാത്രം പിരിച്ചെഴുതുക. അഹസ് പ്ലസ് രാത്രം. ശരിയായ പദം കണ്ടെത്തുക. വൈശിഷ്ട്യം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്നർത്ഥം വരുന്ന പദം. ദുർഗ്രഹം. കൽപ്പിതം എന്ന പദത്തിന്റെ വിപരീതം. ഓപ്ഷൻ ബി വാസ്തവം. മിടുക്കർ എന്നത് ഏത് ബഹുവചനമാണ്? അലിംഗ ബഹുവചനം. ബുദ്ധി എന്ന വാക്കിന് പര്യായ പദമല്ലാത്തത്. ഓപ്ഷൻ ബി വ്രീഹി. കിട്ടാതെ പ്ലസ് ആയി എങ്ങനെ ചേർത്തെഴുതാം? കിട്ടാതെയായി. പുല്ലിംഗമല്ലാത്തത് ഏത്? സൂര്യൻ. ശൈലി കണ്ടെത്തുക. ഓപ്ഷൻ ബി സ്വർഗത്തിലെ കട്ടുറുമ്പ്. അടുത്ത ചോദ്യം, വനങ്ങൾ കാലാവസ്ഥാ മാറ്റം ശമിപ്പിക്കുന്നതിൽ നിർണായകമാണ്. ഇത് പ്രധാനമായും ഏത് ഘടകത്തെ സൂചിപ്പിക്കുന്നു? കാർബൺ ശേഖരണം. പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യത്തെ വ്യത്യസ്തമാക്കുന്ന കാരണമേത്? ഓപ്ഷൻ സി ദീർഘകാല ഭൂധാത്വ ചരിത്രവും എൻഡമിസവും. ഉഷ്ണമേഖല ഈർപ്പമുള്ള ഇലപ്പൊഴിയും വനം നിർവചിക്കാൻ ആവശ്യമായ മാനദണ്ഡം. വാർഷിക മഴയും പച്ചപ്പും. CITESന്റെ പ്രധാന ലക്ഷ്യം അന്തർദേശീയ വന്യജീവി വ്യാപാരം നിയന്ത്രിക്കൽ. ഇൻസിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ദേശീയോദ്യാനം. FSI ഫോറസ്റ്റ് കവർ ആൻഡ് ട്രീ കവർ വേർതിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഭൂവിഭാഗവും ക്യാനോപിഡൻസിറ്റിയും. പശ്ചിമഘട്ടത്തിൽ എൻഡമിസം കൂടുതലുള്ള കാരണം ഭൂധാത്വ വേർതിരിവുകളും മൈക്രോ ക്ലൈമറ്റുകളും. സംരക്ഷിത വനം സംവരണ വനം വ്യത്യാസം. ഓപ്ഷൻ സി സംവരണ വനത്തിൽ പൊതുജനാവകാശങ്ങൾ നിരോധിച്ചിരിക്കുന്നു. IUCN ദുർബലമായ പ്രഖ്യാപിക്കാനുള്ള ഘടകം വാസസ്ഥല വിസ്തൃതി കുറവ്. പ്രോജക്ട് ടൈഗർ വിജയത്തിനുള്ള ഘടകം കോറിഡോർ കണക്ടിവിറ്റിയും ഇര അടിസ്ഥാനം സംരക്ഷണം.
വനങ്ങളുടെ പരോക്ഷ നേട്ടങ്ങൾ: കാർബൺ ശേഖരണം, മണ്ണു സംരക്ഷണം. ഷോല ഗ്രാസ്ലാൻഡ് കാലാവസ്ഥാ മാറ്റത്തിന് സങ്കീർണം. ഓപ്ഷൻ ബി ആണ്. ഉയർന്ന പ്രദേശ സ്പെഷ്യലൈസ്ഡ് സ്പീഷീസുകൾക്ക് നാരോ ടോളറൻസ്. ട്രാഫിക് പ്രവർത്തനം: വന്യജീവി വ്യാപാര നിരീക്ഷണം. ബയോസ്ഫിയർ റിസർവ് തത്വം. ഓപ്ഷൻ ബി മേഖലാടിസ്ഥാനത്തിലുള്ള സംരക്ഷണവും വികസനവും. സംരക്ഷണ നിയമം 1980 ലക്ഷ്യം: വനഭൂമി ഉപഭോഗ മാറ്റ നിയന്ത്രണം. എൻഡമിക് സ്പീഷീസുകൾ സംരക്ഷണ കാരണം: വംശനാശ സാധ്യത കൂടുതലാണ്. വന്യജീവി സംരക്ഷണ നിയമം ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തൽ അടിസ്ഥാനമാക്കുന്നത് വംശനാശ സാധ്യത കൂടുതലാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വെല്ലുവിളി കാരണം ഗ്രാസ്ലാൻഡ് മാറ്റം വേഗത്തിൽ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 43 ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ആണ്. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് വ്യക്തിത്വം മോഷ്ടിക്കൽ. അവസാനത്തെ ചോദ്യം: താഴെ പറയുന്ന ഏത് പ്രവൃത്തിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 67 67B ബാധകമാകുന്നത്? ഓപ്ഷൻ ബി. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉൾപ്പെടുത്തി അശ്ലീല വീഡിയോകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കൽ. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഉത്തരങ്ങളിൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഉത്തരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്